Welcome to our subject Basic Numerical Methods, Chapter 1 Numerical Expressions and Equations. Let's see what is meant by numerical expression. It is a mathematical phrase involving only numbers and one or more operational symbols. We can form a numerical expression by combining numbers with various mathematical operators such as addition, subtraction, multiplication or division. There is no limit to the number of operators a numerical expression may contain. Following are some examples of numerical expression. ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റിക്കൽ ഫ്രേസാണ്. അതിൽ നമ്പേഴ്സ് മാത്രമല്ല ഒന്നിൽ കൂടുതലായിട്ടുള്ള ഓപ്പറേഷണൽ സിമ്പിൾസും വരുന്നുണ്ട്. ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഫോം അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ എക്സെട്ര. നിങ്ങൾക്ക് ഇത്ര മാത്തമാറ്റിക്കൽ ഈ ഒരു മാത്തമാറ്റിക്കൽ അഡീഷൻ മാത്രമേ ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു ലിമിറ്റില്ല. ലെറ്റ്സ് സീ സം എക്സാമ്പിൾസ്. 4 + 20 - 7. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ട്? നമ്പേഴ്സ് വന്നിട്ടുണ്ട്, ഓപ്പറേഷണൽ സിമ്പിൾസും വന്നിട്ടുണ്ട്. ഏതൊക്കെ ഓപ്പറേഷണൽ സിമ്പിൾസ് വന്നിട്ടുണ്ട്? അഡീഷനും സബ്ട്രാക്ഷനും. അനദർ വൺ 2 + 3 × 3 - 7. 6 × 2 ഡിവൈഡഡ് ബൈ 20. 5 ഡിവൈഡഡ് ബൈ 20 × 3. സോ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷനും സബ്ട്രാക്ഷനും തുടങ്ങി വേരിയസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സും നമ്പേഴ്സും കമ്പൈൻ ചെയ്ത് വരുന്നതിനെയാണ് ന്യൂമറിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇക്വേഷൻ. ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വാളിറ്റി ബിറ്റ്വീൻ ടു എക്സ്പ്രഷൻ. രണ്ട് എക്സ്പ്രഷൻസിനെ ഈക്വലൈസ് ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റിനാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻസ് ആർ യൂഷ്വലി റിട്ടൺ ഇൻ സിമ്പിൾസ് that states the equality of two quantities or algebraic expression. Example, x + 3 = 5. ഇക്വേഷനെ നമ്മൾ സിമ്പിൾസ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. ദാറ്റ് സ്റ്റേറ്റ്സ് രണ്ട് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ആൾജിബ്രായിക് എക്സ്പ്രഷനെ ഈക്വലൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് x + 3 എന്നുള്ളൊരു എക്സ്പ്രഷൻ ദാറ്റ് ഷുഡ് ബി ഈക്വലൈസ് വിത്ത് 5. ഓക്കെ, ക്വാണ്ടിറ്റി x + 3 ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഈക്വൽ സൈൻ. ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന x + 3 എന്നുള്ള ഇക്വേഷനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ എന്നും അതല്ലെങ്കിൽ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഇക്വേഷൻ എന്നും പറയുന്നു. ഓൺ ദ സെയിം വേ ഈക്വലൈസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ള 5 എന്ന നമ്പറിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ എന്നല്ലെങ്കിൽ സെക്കൻഡ് മെമ്പർ എന്ന് പറയുന്നു. സോ എ ന്യൂമറിക്കൽ ഇക്വേഷൻ ഈസ് വൺ കണ്ടെയ്നിങ് ഓൺലി നമ്പേഴ്സ്. എക്സാമ്പിൾ 2 + 3 = 5. ഒരു ന്യൂമറിക്കൽ ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷനിൽ ന്യൂമറിക്കൽ ഇക്വേഷനും ലിറ്ററൽ ഇക്വേഷനും ഉണ്ട്. അതിൽ ന്യൂമറിക്കൽ ഇക്വേഷൻ മാത്രമാണെങ്കിൽ അതിൽ എന്തേ ഉണ്ടാവുള്ളൂ? നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 2 + 3 = 5. ഈ ലിറ്ററൽ ഇക്വേഷൻ ആണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ പോലെ ചില ലെറ്റേഴ്സ് റെപ്രസെൻറ്റിങ് സം അൺനോൺസ് ഓർ വേരിയബിൾസ്. എക്സ് പറയുമ്പോൾ അവിടെ ഒരു നമ്പർ ഇല്ല, ഇറ്റ്സ് അൺനോൺ. വിച്ച് നമ്പർ? ഏതൊരു നമ്പറിനും പോസിബിലിറ്റി ഉണ്ട് ആ എക്സിൻ്റെ വാല്യൂവിൽ വരാൻ. സോ സം ലെറ്റേഴ്സ് ഉണ്ടാവും ആൻഡ് ഓൺ ദ സെയിം വേ നമ്പേഴ്സും ഉണ്ടാവും. ആൻ ഐഡൻറ്റിക്കൽ ഇക്വേഷൻ ഈസ് എ ലിറ്ററൽ ഇക്വേഷൻ ദാറ്റ് ഇസ് ട്രൂ ഫോർ എവറി വാല്യൂ ഓഫ് വേരിയബിൾ. ദാറ്റ് ഈസ് x + 1 whole square = a² + 2x + 1. x + 1 whole square പറഞ്ഞാൽ a + b whole square. a² + 2ab + b². ഇതിൻ്റെ ഒരു എക്സ്പാൻഷനാണത്. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ. ഇക്വേഷനിൽ എന്തൊക്കെയുണ്ട്? രണ്ട് ഈക്വലൈസ് ചെയ്യാണ്, രണ്ട് എക്സ്പ്രഷനെ ഈക്വലൈസ് ചെയ്യുന്നതിനാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്വാണ്ടിറ്റീനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് മെമ്പർ ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന നമ്പറിന് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് മെമ്പർ എന്ന് പറയുന്നു. ന്യൂമറിക്കൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്പേഴ്സ് മാത്രം, ലിറ്ററൽ ഇക്വേഷൻ ആണെങ്കിൽ വേരിയബിൾസ് വിത്ത് നമ്പേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സം ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ലീനിയർ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എക്സ്പൊണൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ക്യൂബിക് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ മെയിനായിട്ട് വരുന്നത് ലീനിയർ ഇക്വേഷനും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ആണ്. നമുക്ക് നോക്കാം. അതിനു മുൻപ് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ.
ഒരു ഇക്വേഷൻ ആൾജിബ്രായിക് ഇക്വേഷൻ നോൺ ടു ബി ട്രൂ ആണെങ്കിൽ ഫോളോയിങ് ഓപ്പറേഷൻ മേ ബി യൂസ് ടു പ്രൊഡ്യൂസ് അനദർ ട്രൂ ഇക്വേഷൻ. ആൾജിബ്രയിൽ ഒരു ഇക്വേഷൻ ട്രൂ ആണെങ്കിൽ ചില ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് വേറൊരു ട്രൂ ഇക്വേഷൻസ് കൂടി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ക്വാണ്ടിറ്റി മീൻസ് ഏത് നമ്പറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോത്ത് സൈഡ്സിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട് അല്ലേ, രണ്ട് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷൻസ് കൊടുക്കാം, സബ്ട്രാക്ഷൻ കൊടുക്കാം, ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ ഉപയോഗിച്ച് നമുക്ക് രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ദിസ് ഓൾ ആർ വിത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വേഷൻ. Now we have moved to simple linear equation. Simple linear equation are the first degree equation in which one variable is unknown. Simple എന്ന് പറഞ്ഞ പോലെ ആ പേരിന് പോലെ തന്നെ സിമ്പിളാണ്, സിമ്പിൾ ലീനിയർ ഇക്വേഷൻ ആണ്. അതിൽ നമുക്ക് ഒരൊറ്റ വേരിയബിൾ അൺനോൺ പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരു നമ്പറിനെ നമ്മൾ കണ്ടുപിടിക്കും. ഒരു വേരിയബിൾ, നമ്പറിനല്ല, ഒരു വേരിയബിൾ എക്സ് ആവാം, വൈ ആവാം, സെഡ് ആവാം. ഓക്കെ, ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ കണ്ടുപിടിക്കാൻ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ അൺനോൺ ഇൻ ദി ഫോളോയിങ് ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എ ബി സി. ഇതിൽ ഫസ്റ്റ് വൺ എ, 3x + 5 = 8. 3x + 5 = 8. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് അതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. 3x + 5 = 8. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയബിൾ ഉള്ള നമ്പറിനെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്പേഴ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ 3x അതിന് വേരിയബിളുള്ള 3xനെ നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് നമ്പറായിട്ടുള്ള 5നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 5 എന്നത് +5 ആണ്. അതിന് നമ്മൾ ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ അതെന്തായി, -5 ആയി. സോ 3x = 8 - 5. ഹെൻസ് x = 3/3 = 1. സോ എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ x + 8 = 24. അപ്പോൾ എക്സ് എന്ന വേരിയബിളിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ നമ്പേഴ്സിനെ ഒരുമിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് +8നെ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ +8 എന്തായിട്ട് മാറും, -8 ആയിട്ട് മാറും. സോ x = 24 - 8, ദാറ്റ് ഈസ് 16. അനദർ വൺ 8x + 7 = 4x + 12. അപ്പോൾ വേരിയബിൾസിനൊക്കെ നമ്മളൊരു സൈഡിൽ കൊണ്ടുവരികയാണ്, നമ്പേഴ്സിനൊക്കെ ഈക്വൽ സൈനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുപോവാണ്. സോ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്ത് 4x പോസിറ്റീവ് 4x ആണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും, -4x ആവും. സോ 8x - 4x. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്ന +7 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, -7 ആയിട്ട് മാറും. സോ 8x - 4x = 12 - 7. സോ 4x = 5, x = 5/4, ദാറ്റ് ഈസ് 1.25. ഓക്കെ, അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് 2 numbers whose sum is 45 and the difference is 5. 2 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന് 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 45 കിട്ടും. ആ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്താണ്, 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 നമ്പേഴ്സ് അസ്യൂം ചെയ്യുകയാണ്, എക്സും വൈയും ആയിട്ട്. സോ x + y എന്താണ്, 45. x + y 2 നമ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടണം എന്താണ്, 45 ആണ്. അപ്പോൾ അതിലത്തെ y എന്തായിരിക്കും, 45 - x ആണ്. ഓക്കെ, x + y = 45. സോ y = എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 45 - x, ഡിഫറൻസ് = 5. സോ 45 - x - x = 5. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ഫോം അപ്പ് ചെയ്യുന്നത്, എക്സ്പ്രഷൻ ഫോം അപ്പ് ചെയ്യുന്നത്. നമ്മൾ ആ ബ്രാക്കറ്റ് നമ്മൾ കളയണം. നമ്മൾ 45 - x എന്നുള്ള
നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാണ് വൈൻ്റെ വാല്യൂ 45 മൈനസ് എക്സ് ആണെന്നുള്ളത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്താണ് അതങ്ങനെ. സോ 45 മൈനസ് എക്സ് ഈക്വൽ ടു 5. ഓക്കെ, സോ 45 മൈനസ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ 45 മൈനസ് എക്സ് പ്ലസ് മൈനസ് എക്സ് മൈനസ് 2x. സോ 45 മൈനസ് 2x ഈക്വൽ ടു 5. 45 minus 5 equal to 2x. 40 equal to 2x. X equal to 40 by 2 equal to 20. Y equal to 45 minus x equal to 45 minus 20, that is 25. അപ്പോൾ എക്സിന് 20 എന്നുള്ള വാല്യൂം കിട്ടി, വൈന് നമുക്ക് എന്ത് കിട്ടി 25 എന്നുള്ള വാല്യൂം കിട്ടി. അപ്പോൾ 20 എക്സ് പ്ലസ് വൈ സമ്മ് 2 നമ്പേഴ്സ് എക്സ് പ്ലസ് വൈ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക 20 പ്ലസ് 25, ദാറ്റ് ഈസ് 45. ഇനി എക്സ് മൈനസ് വൈ ആണെങ്കിലോ 25 വൈ മൈനസ് എക്സ് 25 മൈനസ് 20 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 5. അപ്പോൾ 2 നമ്പേഴ്സ് മൈനസ് ചെയ്യും, ആഡ് ചെയ്യുമ്പോൾ 45ഉം കിട്ടി, 2 നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡിഫറൻസും കിട്ടി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലെയിൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ ഏജ് ഓഫ് ഫാദർ ആൻഡ് ദ സൺ ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 4:1. ആഫ്റ്റർ 5 years their age will be in the ratio of 3:1. Find their present age. That is the question. ഇന്നത്തെ റേഷ്യോയിൽ ഇന്നത്തെ പ്രസൻറ്റ് ഏജിൽ ഫാദറിൻ്റെയും സണ്ണിൻ്റെ റേഷ്യോ എന്താണ് 4:1 ആണ്. 5 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 3:1 ആണ്. അപ്പോൾ പ്രസൻറ്റ് ഏജാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. സോ സണ്ണിൻ്റെ ഏജിനെ നമുക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം, ഫാദറിൻ്റെ ഏജിനെ നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം 4x ആയിട്ടും അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഇക്വേഷൻ 4x plus 5 is to 1, next plus 5 equal to 3:1. 4x plus 5 is to 1 plus is to 1, next plus 5 equal to 3:1. That is 4x plus 5 divided by 1x plus 5 equal to 3:1 പറഞ്ഞാൽ 3/1. ഓക്കെ, അതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ 4x plus 5 into 1 എന്താ 4x plus 5 തന്നെ ഈക്വൽ ടു 3 into 1x plus 5 എങ്ങനെ ചെയ്യാം 3 into 1x 3x plus 3 into 5 15. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും 3x plus 15. ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വേരിയബിൾസ് വിത്ത് നമ്പേഴ്സിന് ഒരു സൈഡിലേക്കും നമ്പേഴ്സിനെ ഒരു സൈഡിലേക്കും കൊണ്ടുവരികയാണ്. അപ്പോൾ 3x പ്ലസ് ആണ്, അത് ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും -3x ആയിട്ട് മാറും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്ന +5 ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ -5 ആയിട്ട് മാറും. സോ 4x - 3x ഈക്വൽ ടു 15 - 5 x ഈക്വൽ ടു 10. അപ്പോൾ സണ്ണിൻ്റെ ഏജ് കിട്ടി. എക്സ് ആരുടെ ഏജ് ആയിരുന്നു സണ്ണിൻ്റെ ഏജാണ്. സണ്ണിൻ്റെ ഏജ് എത്രയാണ് 10. ഫാദറിൻ്റെ ഏജ് എന്താണെന്ന് പറഞ്ഞത് 4x ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4 × 10 40. അപ്പോൾ സണ്ണിൻ്റെ ഏജ് 10ഉം ഫാദറിൻ്റെ ഏജ് 40 ആയി. 5 വർഷം കഴിഞ്ഞാൽ സണ്ണിൻ്റെ ഏജ് എന്താവും 10 + 5 ദാറ്റ് ഈസ് 15. ഫാദറിൻ്റെ ഏജ് എന്താവും 40 + 5 45. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് question, 15/4 minus 7x equal to 9. Find the value of x. 15/4 minus 9 equal to 7x. അപ്പോൾ നമ്മൾ 9നെ 4 മൾട്ടിപ്ലൈ ചെയ്യാം. 15 minus 9 × 4 36 whole divided by 4. 15/4 4ന് 15ൻ്റെ ഇതിൽ 4 ഉണ്ട്. അപ്പോൾ 9നും ഈക്വൽ 4 കോമൺ ആയിട്ട് 4 ഡിവിസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു 4നെ 9 മൾട്ടിപ്ലൈ ചെയ്തു. സോ 4 × 9 36, കോമൺ ഡിവിഷൻ 4 ഈക്വൽ ടു 7x. 15 - 36 എത്ര 21. പക്ഷേ ഏതിൻ്റെ സിമ്പലാണ് ഇടുക
പ്ലസ് 15 സിമ്പിൾ ആടുക, മൈനസ് 36 സിമ്പിൾ ആടുക. വലിയ നമ്പർ ഏതാണ്? 36 ആണ്. 36 നമ്പർ സിമ്പിൾ ഏതാണ്? മൈനസ് ആണ്. സോ മൈനസ് 21 ഈക്വൽ ടു 7x ഇൻറ്റു 4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 7x ഇൻറ്റു 4. മൈനസ് 21 ഈക്വൽ ടു 28x. x equal to minus 21 divided by 28. So that will be the answer. X equal to minus 21 divided by 28. Wait. Next problem, solve 2x equal to 5. X is multiplied by 2. We need to divide both sides by 2. 2x equal to 5. So we want to divide both sides with 2. We get x equal to 5 by 2. So the solution is 5 by 2. Next one, write each of the following equation in the form ax plus by plus c equal to 0 and indicate the values a, b and c in each case. ഇക്വേഷന് നമ്മൾ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ളതിൽ നമ്മളുടെ വാല്യൂസിനെ കൊണ്ടുവന്നിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? 2x പ്ലസ് 3y ഈക്വൽ ടു 4.37. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ഫോമിൽ കൊണ്ടുവരണം? എക്സ് പ്ലസ് by പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ കൊണ്ടുവരണം. സോ അതെങ്ങനെ നമ്മൾ റിട്ടേൺ ചെയ്യും? അപ്പോൾ 2x പ്ലസ് 3y ഈ 4.37 ഈക്വലിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് 4.37 ഈക്വൽ ടു 0. അപ്പോൾ എ എന്താണ്? എൻ്റെ വാല്യൂ എന്ത് കിട്ടി? 2, ബീൻ്റെ വാല്യൂ 3, സീൻ്റെ വാല്യൂ മൈനസ് 4.37. ഓക്കെ. സെക്കൻഡ് ഇക്വേഷൻ x മൈനസ് 4 ഈക്വൽ ടു √3y. ഇത് നമ്മളെങ്ങനെയാണ് ആ ഫോമിലേക്ക് കൊണ്ടുവരിക? എക്സ് മൈനസ് വേരിയബിളിനൊക്കെ ഒരു സൈഡിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ പ്ലസ് √3y ഈക്വൽസ് അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? മൈനസ് √3y. എക്സ് മൈനസ് √3y മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എ പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. വേറെ നമ്പേഴ്സ് അല്ല. എക്സ് ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് √3, സി ഈക്വൽ ടു മൈനസ് 4. ഇനി തേർഡ് വണ്ണ് എന്താ അതിൽ? 4 ഈക്വൽ ടു 5x മൈനസ് 3y. അതിന് നമ്മളെങ്ങനെ എഴുതുക? 5x മൈനസ് 3y ഒരു സൈഡിൽ നിന്ന് ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോവാണ് 4നെ. അപ്പോൾ 4 ഇപ്പോൾ പോസിറ്റീവ് 4 ആണ്, അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 4. സോ 5x മൈനസ് 3y മൈനസ് 4 ഈക്വൽ ടു 0. അപ്പോൾ എ പറഞ്ഞാൽ 5, ബി പറഞ്ഞാൽ മൈനസ് 3, സി പറഞ്ഞാൽ മൈനസ് 4. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, ഇക്വേഷൻ 2x ഈക്വൽ ടു y ക്യാൻ ബി റിട്ടൺ ആസ് 2x വൈനെ 2xലേക്ക് കൊണ്ടുവരുമ്പോൾ 2x മൈനസ് y പ്ലസ് 0 ഈക്വൽ ടു 0. സോ എ ഈക്വൽ ടു 2x, ബി ഈക്വൽ ടു മൈനസ് y, സി ഈക്വൽ ടു പ്ലസ് 0. ഓക്കെ. സോ ദിസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ സിമ്പിൾ ലീനിയർ ഇക്വേഷൻ പഠിച്ചു. സിമ്പിൾ ലീനിയർ ഇക്വേഷനിൽ എന്താ പഠിച്ചത്? ഒരു അൺനോൺ വാല്യൂവിനെ കാണാനാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഒരു അൺനോൺ വേരിയബിളിനെ കണ്ടുപിടിക്കാൻ. ഇനി ഇതിൽ പറയുന്നത് സൈമുൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 അൺനോൺസ്. 2 അൺനോൺസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സൈമുൾട്ടേനിയസ് equations are a set of equations containing multiple variables. General form of linear equation in 2 unknowns x and y is ax plus by plus c equal to 0. Methods of linear equation in 2 unknowns are elimination method, substitution method and cross multiplication method. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള എലിമിനേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. എലിമിനേഷൻ മെത്തേഡിൽ 2 ലീനിയർ ഇക്വേഷൻസ് ഉണ്ടാവും. ആ ലീനിയർ ഇക്വേഷനെ നമുക്ക്
ഒരു വൺ അൺനോൺ reduce to a linear equation in one unknown by eliminating one of the unknowns and then solving for the other unknown. എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, രണ്ട് ഇക്വേഷനെ നമ്മൾ രണ്ട് അൺനോൺ വാല്യൂവിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു അൺനോൺ വാല്യൂവിന് സൊല്യൂഷൻ കാണുന്നതിനാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വർക്കിംഗ് റൂൾസാണ്. നമുക്ക് നല്ലത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, സോൾവ് 2x plus 2y equal to 4, 4x plus y equal to 5. അപ്പോൾ ഇതിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട്. 2x plus 2y equal to 4 ഫസ്റ്റ് ഇക്വേഷൻ, 4x plus y equal to 5 സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ എക്സിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് മേക്ക് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ഇൻ ബോത്ത് ദി ഇക്വേഷൻ സെയിം. അതിൻ്റെ ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, എക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇക്വേഷൻ സെയിം ആക്കണം. ഫോർ ദിസ് നമ്മൾ എന്ത് ചെയ്യണം, 2 എന്നുള്ള നമ്പർ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 എന്നുള്ള നമ്പർ കൊണ്ട് ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഇൻറ്റു 2 പറഞ്ഞാൽ എന്താ 4x, 2y ഇൻറ്റു 2 പറഞ്ഞാൽ 4y, 4 ഇൻറ്റു 2 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, തേർഡ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷൻ കിട്ടി. തേർഡ് ഇക്വേഷൻ എന്താണ്, 4x plus 4y equal to 8. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെക്കൻഡ് ഇക്വേഷനെ ഈ തേർഡ് ഇക്വേഷനിൽ നിന്ന് മൈനസ് ചെയ്യാൻ പോവാണ്. സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 ഫ്രം ദിസ് വി ഗെറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും, സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, ഈ 4x plus 4y equal to 8 മൈനസ് 4x plus y equal to 5 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ആൻസർ 3y equal to 3. ഓക്കെ, therefore y equal to 1. ഈ വൈനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, 2x plus 2y equal to 4 എന്നുള്ളതിലേക്ക് വൈൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അപ്പോൾ 2x plus 2 into 1 equal to 4. therefore 2x equal to 4 minus 2 that is 2. so x equal to 2 by 2 equal to 1. so x equal to 1 and y equal to 1 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, സോൾവ് 4x plus 3y equal to 17, 5x minus 2y equal to 4. 4x plus 3y equal to 17 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ, 5x minus 2y equal to 4 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനെ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി, 4x ഇൻറ്റു 2 8x 3 പ്ലസ് 3y ഇൻറ്റു 2 6y ഈക്വൽ ടു 17 ഇൻറ്റു 2 34. തേർഡ് ഇക്വേഷൻ ഫോം ചെയ്തു. ഫോർത്ത് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5x ഇൻറ്റു 3 15x മൈനസ് 2y ഇൻറ്റു 3 മൈനസ് 6y ഈക്വൽ ടു 4 ഇൻറ്റു 3 12. ഫോർത്ത് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി 3യും 4ഉം ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 23x കിട്ടും. പ്ലസ് 6yയും മൈനസ് 6yയും ആഡ് എന്ത് ചെയ്യും, കട്ടായിട്ട് പോവും. 34 by plus 12 46. so x equal to 46 by 23. you got the answer 2. so substitute x equal to 2. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര കിട്ടി, 2 ആണ് കിട്ടിയത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, സെക്കൻഡ് ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 5x minus 2y equal to 4 എന്നുള്ള ഇതിൽ എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുകയാണ്. സോ 5 ഇൻറ്റു 2 മൈനസ് 2y equal to 4, ദാറ്റ് ഈസ് മൈനസ് 2y equal to 4 minus 5 into 2 എത്ര 10, 4 minus 10. then y equal to 4 minus 10 പറഞ്ഞാൽ 6 divided by 2 that is 3. so എക്സിൻ്റെ വാല്യൂ 2 കിട്ടി, വൈൻ്റെ വാല്യൂ എന്ത് കിട്ടി, 3 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8k minus x equal to 22 and k minus x equal to 1. 8k minus x equal to 22 first equation, k minus x equal to 1 second equation. 1 minus 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 8k minus k പറഞ്ഞാൽ 8 minus 1 that is 7k minus plus s plus minus s equal അതിൽ നിന്ന് കട്ടായിട്ട് പോവും.
Then 22 minus 1, 21. So k equal to 21 by 7, that is 3. ഇനി നമ്മൾ ആ കെയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ കെയുടെ വാല്യൂ കെ മൈനസ് എസ് ഈക്വൽ ടു 1 എന്നുള്ളിടത്ത് നമ്മൾ കൊടുക്കുമ്പോൾ കെയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 3 ആണ്. അപ്പോൾ 3 മൈനസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് 3 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 3 മൈനസ് 3 ആവും. ദെർഫോർ എക്സ് ഈക്വൽ ടു 2. ഓക്കെ. Another one, 4x plus 9y equal to 35. 3x plus 7y equal to 27. ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 4x ഇൻറ്റു 3 12x, 9y ഇൻറ്റു 3 27y, 35 ഇൻറ്റു 3 105. തേർഡ് ഇക്വേഷൻ ഫോംഡ് 3x ഇൻറ്റു 4 12x, 7y into 4 28y, 27 into 4 108. So ഫോർത്ത് ഇക്വേഷൻ ഫോം ഓഫ് ചെയ്തു. ഇനി ഫോർത്ത് ഇക്വേഷനിൽ തേർഡ് ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 12x എന്തായിട്ട് പോവും, കട്ടായിട്ട് പോവും. ഓക്കെ. ദെൻ 28y മൈനസ് 27y ഈക്വൽ ടു 1y. ദെൻ 108 മൈനസ് 105 ഈക്വൽ ടു 3. സോ y ഈക്വൽ ടു 3. ഇനി 3 എന്നുള്ള വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. 4x പ്ലസ് 9y, 4x പ്ലസ് 9 ഇൻറ്റു 3 ഈക്വൽ ടു 35. 4x ഈക്വൽ ടു 35 മൈനസ് 27. ദെർഫോർ 4x ഈക്വൽ ടു 8. hence x ഈക്വൽ ടു 8/4, ദാറ്റ് ഇസ് 2. സോ വൈൻ്റെ വാല്യൂ 3യും കിട്ടി, എക്സിൻ്റെ വാല്യൂ 2വും കിട്ടി. ഓക്കെ. നെക്സ്റ്റ് വൺ, solve 7x plus 2y equal to 23 and 5x plus 3y equal to 29. ഇനി ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ഇൻറ്റു 3 21x, 2y ഇൻറ്റു 3 6y, 23 ഇൻറ്റു 3 69. തേർഡ് ഇക്വേഷൻ ഫോംഡ്. സെക്കൻഡ് ഇക്വേഷനിൽ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 5x ഇൻറ്റു 2 10x, 3y പ്ലസ് 3y ഇൻറ്റു 2 6y ഈക്വൽ ടു 29 ഇൻറ്റു 2 658. ഫോർത്ത് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി നമ്മൾ 3 മൈനസ് ഫോർത്ത് ഇക്വേഷൻ ചെയ്യുമ്പോൾ 21 മൈനസ് 10x പറഞ്ഞാൽ 11x പ്ലസ് 6y മൈനസ് 6y, അതെന്തായിട്ട് കട്ടായി പോവും. ദെൻ 69 മൈനസ് 58, ദാറ്റ് ഈസ് 11. ദെർഫോർ എക്സ് ഈക്വൽ ടു 11/11, ദാറ്റ് ഈസ് 1. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. അതിന് നമ്മൾ ഇനി ഏത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, you just wait. 1 എന്നുള്ള വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5 ഇൻറ്റു 1 പ്ലസ് 3y ഈക്വൽ ടു 29. Then 3y equal to 29 minus 5, that is y equal to 24/3 equal to 8. Here x equal to 1 and y equal to 8. അപ്പോൾ നമുക്ക് എക്സിന് 1 എന്നുള്ള വാല്യൂ കിട്ടി, വൈന് 8 എന്നുള്ള വാല്യൂ കിട്ടി. സി ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു വേരിയബിളിന് ഇപ്പോൾ എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ അതിന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അൺനോണിൻ്റെ വാല്യൂ ഏത് നമ്പറാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക, എക്സിൻ്റെ വേരിയബിളിനെയോ അല്ലെങ്കിൽ വൈൻ്റെ വേരിയബിളിനെയോ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഉപയോഗിച്ചിട്ട് ഈ രണ്ട് ഇക്വേഷനിലും നമ്മളതിനെ സെയിം ആക്കി കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലോജിക്കാണത്. എങ്ങനെയാണ് ഏത് നമ്പറാണ് ഉപയോഗിക്കേണ്ടത്, ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ഇക്വേഷനിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെയിം വാല്യൂ വന്നത് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഏതൊക്കെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏത് ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കണം, അത് നമ്മളുടെ ലോജിക്കൽ എബിലിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളിത് ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്ത് വരുമ്പോഴാണ് സോൾവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അറൈസ് ചെയ്യുക. സോ ഒരുപാട് എക്സാമ്പിൾസ് ടെക്സ്റ്റിലുണ്ട്, അത് പഠിക്കുക, ചെയ്ത് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.